ഹലോ, ഞാനിന്ന് ഇടിയപ്പത്തിൻ്റെ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റ് ഇടിയപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. മാത്രമല്ല ഇതെന്ത് ഞാനൊരു ടിപ്പ് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ലാസ്റ്റ് വരെ ഒന്ന് കാണുക കേട്ടോ. ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ അരി പൊടിച്ച് നല്ലമാതിരി വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒത്തിരി നല്ലോണം വറക്കണം. അതെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഇത് അറിഞ്ഞില്ലാത്തവർ ശ്രദ്ധിക്കാം കേട്ടോ. ഒരു കപ്പ് എടുത്തിട്ട് ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് കേട്ടോ. ഒരിക്കലും ഞാൻ പുറത്തുനിന്ന് മേടിക്കാറില്ല. ഒരു കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി ചേർക്കാം. അടുത്തതായിട്ട് നമുക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നല്ല നരിയൊന്ന് തിളപ്പിക്കാം കേട്ടോ. മൂന്ന് ഗ്ലാസ് വെള്ളം നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അല്പാൽപമായിട്ട് ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കാം. ഇടിയപ്പത്തിന് കുഴയ്ക്കുന്നതിനൊക്കെ നല്ല മാതിരി ഒന്ന് കുഴച്ചെടുക്കാം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തേക്കുക. കമൻറ്റും ചെയ്യണം, ലൈക്കും ഒക്കെ ചെയ്യണം കേട്ടോ വീഡിയോ കണ്ടതിന് ശേഷം. നല്ല മാതിരി കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതുമാതിരി ഇത്രയും തിക്കായിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം. അടുത്തതായിട്ട് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രം എടുത്തിട്ട് അതിനകത്തിൽ ഒരു തട്ടെടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ പുരട്ടുവാണ്. ഇനിയിപ്പം നമുക്ക് മാവ് പിഴിഞ്ഞൊഴിക്കണം. സേവനാഴി എടുത്തിട്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെ അച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. അടുത്തതായിട്ട് മാവ് സേവനാഴിക്കകത്ത് ഫില്ല് ചെയ്തെടുക്കാം. ഇനി നമുക്കൊന്ന് പിഴിഞ്ഞൊഴിക്കാം അല്ലേ. ഇനി ഞാനല്പം തിരുമ്മിയ നാളികേരം എടുത്തിട്ടുണ്ട്. നാളികേരം ഫില്ല് ചെയ്യാൻ ഞാൻ അടുത്തതായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഒത്തിരി വീഡിയോ കണ്ടിട്ടുണ്ട്. എല്ലാവരും പിഴിഞ്ഞ് വെച്ചാൽ ഏറ്റവും മേളിലെ നാളികേരം വയ്ക്കുന്നത്. പക്ഷേ ഇടിയപ്പത്തിന് കൂടുതൽ ടേസ്റ്റ് വരുന്നത് ഒരു ലെയർ പിഴിഞ്ഞ് വെച്ചിട്ട് നാളികേരം വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ തേങ്ങ വെച്ചതിന് മേളിൽ കൂടിയിട്ട് നമുക്ക് ഒരു ലെയറും കൂടി പിഴിഞ്ഞ് ഒഴിക്കാം കേട്ടോ. അപ്പോൾ നല്ല ക്ലോസായിട്ടിരിക്കും. ഇങ്ങനെയാണ് ശരിക്കും നാളികേരം ഫില്ല് ചെയ്യേണ്ടത്. ഏറ്റവും ലാസ്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് അത്രയും ടേസ്റ്റ് വരത്തില്ല. ഇതാകുമ്പോൾ നല്ല അകത്ത് നാളികേരം ഇരിക്കുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. കുഴച്ച മാവ് മൊത്തം നമുക്കിനി ഓരോ തട്ടിലായിട്ട് മുഴുവനായിട്ട് പിഴിഞ്ഞ് ഒഴിച്ച് തയ്യാറാക്കി വയ്ക്കാം. മാവ് മൊത്തം പിഴിഞ്ഞ് വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് സ്റ്റീമിൽ കുക്ക് ചെയ്തെടുക്കാം. എല്ലാം വെന്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിതൊന്ന് തട്ടിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ മാർക്കറ്റിൽ മാവ് കിട്ടുന്ന കാരണം ആർക്കും അതിനെപ്പറ്റിയൊന്നും കൂടുതൽ അറിയത്തില്ല. വീട്ടിൽ മാവ് ഉണ്ടാക്കുമ്പോൾ നല്ല മാതിരി വറുത്തെടുക്കുക. എന്നിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ വേണം കുഴച്ചെടുക്കണം. നമുക്കിതൊന്ന് നോക്കാം അല്ലേ. നോക്കിക്കോളൂ. അകത്ത് നല്ല തേങ്ങയൊക്കെ ഫില്ല് ചെയ്തിട്ട് നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ ഉണ്ടാക്കി കഴിക്കാനേ. നാളികേരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. കൂടുതലോ കുറവോ എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഈ ഇടിയപ്പം ഒത്തിരി എല്ലാവർക്കും ഇഷ്ടമുള്ള റെസിപ്പിയാണ് കേട്ടോ. അത് നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കാൻ ഇതാണ് ഏറ്റവും നല്ല ഒരു ടിപ്പെന്ന് പറയുന്നത്. നല്ല തിളച്ച വെള്ളത്തിൽ കുഴക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ബൈ.